ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. വളരെ സുപരിചിതമായ വേദഭാഗം. നമ്മുടെ കർത്താവ് ബേഥന്യായിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഭവനമുണ്ട്, കർത്താവിന് ഇഷ്ടപ്പെട്ട ഭവനം, തൻ്റെ ഉറ്റ സ്നേഹിതൻ്റെ ഭവനമാണ്. അത് ലാസറിൻ്റെ ഭവനമാണ്. ലാസറിൻ്റെ കൂടെയാണ് ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയും കൂടെ താമസിക്കുന്നത്. അപ്പോൾ അതുവഴി കടന്നു പോകുമ്പോഴൊക്കെ കർത്താവ് അവിടെ കയറി പ്രാർത്ഥിക്കുകയും അവിടെ ഊണ് കഴിക്കുകയും ഒക്കെ ചെയ്യും. ഇന്നും ഇതുവഴി കടന്നു പോകുമ്പോൾ അവിടെ കയറിയാണ്. ആ കർത്താവ് കൊണ്ട് കയറി വരുന്ന കണ്ട ഉടനെ തന്നെ മാർത്ത ഈ കർത്താവിന് വേണ്ട വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഓടിക്കയറുകയാണ്. കർത്താവിന് നല്ല ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ട് അവളതിൽ വ്യാപൃതയാണ്. എന്നാൽ മറിയാകട്ടെ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടേയിരുന്നു. അപ്പം മാർത്ത അടുക്കളയിൽ അരിയുന്നു, അരയ്ക്കുന്നു, ഉള്ളി പൊളിക്കുന്നു, അങ്ങനെ കടുക് വറക്കുന്നു, അങ്ങനെ പലവിധമായ തിരക്കിനിടയിൽ അടുക്കളയിലെ എങ്ങനെയും പല കൂട്ടം കറികളും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി കർത്താവിന് സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള വ്യഗ്രതയിലാണ്, തിരക്കിലാണ്. അപ്പോൾ ഉച്ചയോടെടുക്കുന്നു, എന്നിട്ടും ആഹാരമൊന്നും റെഡിയാവുന്നില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ ഓടണം, ഇവിടെ ഓടണം, അതെടുക്കണം, ഇതെടുക്കണം, ഇങ്ങനെ പലവിധമായ തിരക്കിലായപ്പോൾ അവൾ പലപ്പോഴും പല പ്രാവശ്യം മറിയെ വിളിച്ചോടി, മറിയെ ഇങ്ങോട്ട് വാടി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് സഹായിക്കാൻ പറയുമ്പം മറിയ അത് കേൾക്കുന്നേയില്ല. ഏറ്റവും ഒടുവിൽ സഹിയിട്ട് ഉച്ചയൂണാവാറായി, അപ്പോഴും ഒന്നും റെഡിയാവാതിരുന്നപ്പോൾ അവൾ സഹിയിട്ട് കർത്താവിനോട് തന്നെ പരാതി പറയുകയാണ്. കർത്താവ്, എന്തോ ഇടപാടായത്? അവിടെ കുത്തിയിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക, അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട് എന്ന് പറയുമ്പോൾ കർത്താവ് അവളോട് പറയുന്ന മറുപടിയാണ്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഇത് മാർത്തയോട് മാത്രം പറയുന്നതല്ല, കർത്താവ് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്. ജീവവ്യഗ്രതയിൽ ഇങ്ങനെ ഓടുമ്പം, ജീവിതത്തിൻ്റെ തിരക്കിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ മുട്ടിക്കാനായി നമ്മൾ പെടാപ്പാട് പെടുമ്പോൾ, നമ്മളിങ്ങനെ പരാതിയും പരിഭവവും പറയുമ്പോൾ കർത്താവ് നമ്മളോടും പറയുകയാണ്, പലതിനെ ചൊല്ലി നിങ്ങൾ വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. ഭാര്യയ്ക്ക് പരാതിയാണ്, അതിരാവിലെ എഴുന്നേൽക്കേണ്ടി വരുന്നു, താമസിച്ച് കിടക്കേണ്ടി വരുന്നു. ഇതിനിടയിലുള്ള ജീവിതം ഭയങ്കര തിരക്കേറിയ ജീവിതമാണ്. രാവിലെ എഴുന്നേറ്റ് പൊതിച്ചോറുണ്ടാക്കണം, മക്കളെ സ്കൂളിൽ വിടണം, അവരുടെ കുളിപ്പിക്കണം, അവരുടെ തുണി തേക്കണം, അവർക്ക് ഒരുക്കിയപ്പോഴത്തേന് വണ്ടി വരും, പിന്നെ ഭർത്താവിനെ വിടണം, ഭർത്താവിന് ചോറ് കൊടുക്കണം, ഭർത്താവിൻ്റെ വസ്ത്രമൊക്കെ ഇസ്തിരി ഇടണം, അത് കഴിഞ്ഞ് അപ്പച്ചനെ അമ്മച്ചിയൊക്കെ നോക്കണം. ഇതെല്ലാം കഴിയുമ്പോഴത്തേന് ഉച്ചയാകും. പാത്രമെല്ലാം മടക്കി വെക്കുമ്പോഴത്തേന് ഇതാ 4 മണിയായി, കുഞ്ഞുങ്ങൾ വരുന്ന സമയമായി, കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം, അത് കഴിഞ്ഞ് ഭർത്താവ് വരുന്നുണ്ട്, ഭർത്താവിനെ സ്വീകരിക്കണം. ഇങ്ങനെ എല്ലാം കൊണ്ടും പരാതിയാണ്, പരിഭവമാണ്. എന്നും പറയുകയാണ്, ഞാൻ ഇവിടുന്ന് പെടാപ്പാട് പെടുകയാണ്, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എന്നെ നോക്കാനില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്ന് ഭയങ്കര പരാതിയാണ്. ഭർത്താവിനാണെങ്കിൽ അതിനേക്കാളിൽ ഭയങ്കര പരാതി. ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ മുഖമെല്ലാം വാടിയിരിക്കുന്നു. കാരണം അവിടെ മേലധികാരിയുടെ വഴക്ക് പറച്ചിൽ, താഴെയുള്ളവരുടെ നീരസം ഇടയിൽ കിടന്ന് ഞെരുങ്ങുകയാണ്. അവിടുന്ന് ആ പ്രയാസത്തോടെ വിഷമത്തോടെ ഒക്കെ ഇങ്ങനെ വരുമ്പം ഒരുപാട് പണികൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്, ഇനിയും അത് പെൻഡിങ്ങാണ്. ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടെ ഇതാ ഭാര്യ മുഖം വീർപ്പിച്ചിരിക്കുന്നു. ആരോട് പറയും നിങ്ങളുടെ വിഷമം? ഇങ്ങനെ വിഷമിക്കുകയാണ്. മക്കളാണെങ്കിൽ സ്കൂളിൽ അവനടിച്ചു, അവനെ പിച്ചി എന്ന് പറഞ്ഞ പരാതി. അപ്പച്ചനും അമ്മച്ചിക്കുവാണെങ്കിൽ അവളെനിക്കൊന്നും തന്നില്ല, സമയത്ത് എനിക്ക് നല്ല കാൽവേദനിക്കുന്നു എന്നല്ല പരാതി. ഇതിൻ്റെ ഇടയിലാണ് ഈ തിരക്കിനിടയിൽ എല്ലാവരും ഇങ്ങനെ പരസ്പരം വിഷമിച്ചും അങ്ങനെ പരാതിപ്പെട്ടും വിചാരപ്പെട്ടും ഇരിക്കുമ്പോൾ കർത്താവ് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ആ ഒന്നെന്താണ്? ആ അല്പനേരം, ഈ റൗണ്ട് ഓഫ് 24 hours തിരക്ക് ജീവിതത്തിനിടയിൽ ഒരല്പനേരമെങ്കിലും നീ ഉപവസിക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക. മറിയ ചെയ്ത പോലെ ഒന്ന് ചേർന്നിരുന്നാൽ ആ കിട്ടുന്ന സമാധാനമുണ്ടല്ലോ, ആ സമാധാനം നിങ്ങളിൽ ആരും അപഹരിച്ചുകൊണ്ട് പോയില്ല എന്നാണ് അവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. നല്ല അംശം, ആശ്വാസം. ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ അല്പനേരം ഒന്ന് ഉപവസിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ആശ്വാസമുണ്ടല്ലോ, ആ ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് കിട്ടാത്തതാണ്, ഈ ലോകത്തിൽ നിന്ന് കിട്ടാത്തതാണ്. ആ സമാധാനം നിങ്ങൾ ആർക്കും അപഹരിക്കാൻ പറ്റുകയില്ല. കാരണം ദൈവത്തോട് ചേർക്കുന്ന സമാധാനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
തിരക്കേറിയ ജീവിതത്തിനിടയിൽ അല്പനേരമെങ്കിലും ദൈവത്തോട് ചേർന്നിരിപ്പാൻ കഴിയണം. ദൈവത്തോട് മാത്രമല്ല, നമ്മൾ ഉപവസിക്കാൻ കഴിയണം. നമ്മുടെ ഭാര്യയോട് അല്പനേരം ചേർന്നിരിക്കാൻ കഴിയണം. ഭർത്താവിനോട് സ്നേഹമായിട്ട് സംസാരിക്കാൻ കഴിയണം. അപ്പച്ചനെയും പ്രായമായ അപ്പച്ചനെയും അമ്മച്ചിയും ഒന്ന് കരുതുവാൻ കഴിയണം. മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുവാൻ കഴിയണം. ഇങ്ങനെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഭാര്യ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് ആ കരിപുരണ്ട നൈറ്റിയുമായിട്ട്, അതെങ്കിൽ ആ കൈ വെച്ച കരിപുരണ്ട കൈ ഒരുപക്ഷെ മുഖത്തൊക്കെ ഇങ്ങനെ തേക്കുമ്പോൾ മുഖത്ത് മൊത്തം കരിയായിരിക്കും. മൊത്തം വിയർത്തൊലിച്ച് വൃത്തിഹീന എല്ലാമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. ആ സമയത്തും നിങ്ങളിങ്ങോട്ട് കയറി വരുമ്പോൾ, അങ്ങനെ കുളിക്കാതെയൊക്കെ നിൽക്കുന്ന ആ സമയത്ത് പോലും നിങ്ങളിങ്ങോട്ട് കയറി വരുമ്പോൾ അവളെ കൊണ്ട് ചേർത്ത് നിർത്തി, എടീ കഷ്ടപ്പെട്ടോ, പ്രയാസമായിരുന്നോ, പോട്ട് സാരമില്ല എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തുമ്പോൾ അവൾ ആ വിഷമമെല്ലാം മാറും. അവിടെ അതുവരെ ആ പരാതിയും പരിഭവം എല്ലാം മാറും. ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ, എന്താ മുഖം പാടിയിരിക്കുന്നത്, ഒരുപാട് പ്രയാസമായിരുന്നു, ഇന്ന് ഒരുപാട് പണിയുണ്ടായിരുന്നു എന്ന് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം, ചൂട് ചായ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം മാറും. ഇതാ കുട്ടികൾ ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തി അവർക്ക് ഒരു കടുങ്കാപ്പിയും ഒരു പരിപ്പുവടയൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ക്ഷീണമെല്ലാം മാറും. അപ്പച്ചനെ പോയി ആ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓടിച്ചെന്ന്, അയ്യോ അപ്പച്ച, അമ്മച്ചി പറഞ്ഞ കുഴമ്പ് വാങ്ങിക്കാൻ മറന്നുപോയി, ഒന്ന് കാലൊക്കെ തിരുമ്മി കൊടുത്ത് ഇപ്പോൾ പോകാമെന്ന് പറയുമ്പോൾ ആ അപ്പച്ചനും അമ്മച്ചിയും തന്നെ പറയും, വേണ്ട മക്കളെ, നാളെ നാളെ നീ പോകുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. ഈ ഒരു വാക്ക്, ചെറിയ പോട്ടെ, ഒരു സാരമില്ല എന്നുള്ള വാക്ക്, അത്രയും മതി ജീവിതത്തിൽ സന്തോഷമാകാൻ. അവരോട് ചേർന്നിരിപ്പാൻ കഴിഞ്ഞാൽ അത്രയും മതി ജീവിതം സന്തോഷമാകുവാൻ. ഇന്ന് ഈ പോട്ടെ, സാരമില്ല എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്നേ പോയിരിക്കുന്നു. അതാണ് കൂടുതൽ പ്രശ്നവും. പണ്ടൊക്കെ ഇപ്പം ഭാര്യ ഇങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണാൽ ആ ശബ്ദം കേട്ട് ഓടിച്ചെന്ന് പൊട്ടിയ ഗ്ലാസ്സൊക്കെ കണ്ടുകൊണ്ട് അതിനെ നിങ്ങൾ തന്നെ തൂത്തുവാരി സാരമില്ലടി പോട്ടെ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയാൽ അവർക്ക് എന്തോ ആശ്വാസമായിരിക്കും എന്നറിയാം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിൽ, സാരമില്ലട കൂട്ടാ, സാരമില്ലട മോളെ, നാളെ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ അപ്പച്ചനെ അമ്മച്ചിയും ഒക്കെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ, ഒരു പരിപ്പുവടയാകട്ടെ, ഒരു ഉഴുന്നുവടയാകട്ടെ കൊടുക്കുമ്പോൾ എന്തോ സ്നേഹമെന്നറിയാം. ഇതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത്. നമ്മൾ ഉറ്റവരോട് ചേർന്നിരിപ്പാൻ കഴിയണം. തിരക്കേറിയ ജീവിതത്തിനിടയിലും അല്പസമയമെങ്കിലും നമ്മുടെ കുടുംബത്തോട് ചേർന്നിരിപ്പാൻ. എന്തായാലും ഇന്നത്തെ കാലത്ത് രാവിലെ പറ്റത്തില്ല ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, പ്രാർത്ഥിക്കുവാനും പറ്റത്തില്ല, ഉച്ചയ്ക്കും പറ്റത്തില്ല. കുട്ടികൾ സ്കൂളിലായിരിക്കും, ഭർത്താവ് ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ വേറെ എവിടെയെങ്കിലുമായിരിക്കും, ഒന്നിച്ച് പറ്റുകയില്ല. കുറഞ്ഞ പക്ഷം വൈകുന്നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, വൈകുന്നേരം ആ തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് അന്നത്തെ കാര്യങ്ങൾ, അന്ന് നിങ്ങൾ അനുഭവിച്ച ആ രസകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിഷമം തോന്നിച്ച ആ ദുരനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ആശ്വാസമാണ്. ആ ഓഫീസിൽ നടന്ന രസകരമായ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ, അല്ലെങ്കിൽ വിരുന്നുകാർ വന്ന കാര്യങ്ങൾ പറയുമോ, അല്ലെങ്കിൽ കച്ചവടക്കാർ വന്ന കാര്യങ്ങൾ പറയുക, സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കുക, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും വിഷമങ്ങൾക്ക് കേൾക്കുക. ഇത്രയും മതി ജീവിതത്തിൽ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം ആ സമാധാനമുണ്ടല്ലോ, അങ്ങനെ കിട്ടുന്ന സമാധാനം ആരും നിങ്ങൾ നവീകരിക്കുകയില്ല. ചേർന്നിരിക്കുക, ഉപവസിക്കുക. ഇതാണ് ഒരു കൊച്ചുകുട്ടി ചെറിയ ക്ലാസ്സിലാണ്. ഒരു ദിവസം അവരുടെ അധ്യാപകന് അവരോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ വീട്ടിലെ ഒരു വീടിൻ്റെ പടം വരയ്ക്കണം, നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യത്തിൻ്റെ പടം വരയ്ക്കണം എന്ന് പറയാൻ, ചിത്രം വരയ്ക്കണം. എല്ലാവരും വരച്ചു. അതിലൊരു കുട്ടി അവരേറ്റവും അതിമനോഹരമായിട്ട് വരച്ചു. അവന് 100ൽ 100 മാർക്കുണ്ട്. അതിലെല്ലാം ഭംഗിയായി വരച്ചിട്ടുണ്ട്. അങ്ങനെ വരച്ചു കഴിഞ്ഞ് അവന് മാത്രം 100ൽ മാർക്ക് കിട്ടും. അതിമനോഹരമായിട്ട് നല്ല പ്രൊഫഷണൽ ചിത്രകാരന്മാർ വരയ്ക്കുന്ന പോലെ ചിത്രം വരച്ചപ്പോൾ അവൻ 100ൽ 100 മാർക്ക് കിട്ടി. എന്നിട്ട് ഇത് രക്ഷകർത്താക്കളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് വീട്ടിലേക്ക് ഈ പേപ്പർ കൊടുത്തു വിടുകയാണ് ഈ അധ്യാപകൻ ഈ കുട്ടിയുടെ കയ്യിൽ. ആ കുട്ടികളെ കൊടുത്തു വിടുമ്പോൾ ആ അധ്യാപകൻ ആ പേപ്പറിൽ ഇങ്ങനെയാണ് കുറിച്ചത്, ഡിയർ പേരൻസ് കം ആൻഡ് സീ മീ, ഡിയർ പേരൻസ് കം ആൻഡ് സീ മീ. അടുത്ത ദിവസം ഈ 100ൽ 100 മാർക്ക് കിട്ടി അതിനകത്ത് വെരി ഗുഡ് എഴുതിയിരിക്കുന്നു. അപ്രിഷിയേറ്റ് തനിക്കൂടെ അർഹതപ്പെട്ടാന്ന് കരുതി ഈ കുട്ടിയുടെ അച്ഛൻ വരികയാണ് അധ്യാപകനെ കാണാൻ. അധ്യാപകനെ കാണുവാൻ സന്തോഷത്തോടെ അധ്യാപകൻ സ്വീകരിച്ചെന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കുട്ടി കണ്ടോ എന്ത് നല്ല ഇതാണ്, നല്ലപോലെ ചിത്രം വരയ്ക്കുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ആ അച്ഛനും ഒത്തിരി സന്തോഷമായി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകൻ പറയാണ്, എന്നാൽ അതിലൊരു കുറവുണ്ട്. എന്താണ് അച്ഛൻ ചോദിക്കുകയാണ്, എന്താണ് കുറവ്? അതിമനോഹരമായിട്ട് അവൻ ആ പൂച്ചയും പട്ടിയെയും എല്ലാം വരച്ചു വെച്ചിരിക്കുന്നു, അയലത്തെ കുഞ്ഞുങ്ങളെല്ലാം വരച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ അധ്യാപകൻ പറയുന്നത്, എല്ലാം വരച്ചിട്ടുണ്ട്, അവരെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്, എന്നാലൊരു കുറവ്. ആ കുറവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പിക്ചറിലില്ല, നിങ്ങൾ ആ ചിത്രത്തിലില്ല.
ആ കുട്ടി വരച്ച ചിത്രത്തിൽ നിങ്ങളുടെ ആ കുട്ടിയുടെ അപ്പനും അമ്മയും ഇല്ല. അതാണ് കുറവെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, കാരണം അവർ രാവിലെ മുതൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും ബിസി ആയിരിക്കും. കുട്ടികളോട് ചേർന്നിരിക്കാൻ പറ്റുന്നില്ല. കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ വീട്ടിലുള്ള പട്ടിയും പൂച്ചയും ആടും മാടും ഒക്കെയാണ്. അയലത്തുള്ള കുഞ്ഞാറ്റയും അപ്പവും ജാനിയും ഒക്കെയാണ്. അവരാണ് അവരുടെ ജീവിതം. അതാണ് അവരുടെ ലോകം. അവരുടെ ലോകത്തിൽ ഈ അപ്പനും അമ്മയും ഇല്ല. അതുകൊണ്ട് അപ്പനും അമ്മയും കൂടെ ചേർന്നിരിക്കുന്നതാണ് ജീവിതമെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ വരച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താം. കുടുംബത്തിനോടൊപ്പം നമുക്ക് ചേർത്ത് നിർത്താം. ഇന്ന് ആരെങ്കിലും പ്രായമായ ആരെങ്കിലും പരാതി പറയുന്നുണ്ടെങ്കിൽ, അപ്പച്ചനോ അമ്മച്ചിയോ അപ്പച്ചനോ അമ്മച്ചിയോ ആരെങ്കിലും പരാതി പറയുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഇരിക്കാൻ ആരുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു വിഷയം അതുകൂടെ നമ്മൾ ചെയ്തതിൻ്റെ കർമ്മമാണെന്നുകൂടെ ഓർക്കണം. കാരണം നമ്മൾ നമ്മൾ ചെറുപ്പകാലത്ത് അവർ കുഞ്ഞായിരിക്കുമ്പോൾ അവരോട് കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇന്ന് നമ്മൾ ആ പ്രായമായ അവസ്ഥയെന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് മാറുകയാണ്. തിരിഞ്ഞ് കുഞ്ഞാകുകയാണ്. ആ കുഞ്ഞാകുമ്പോൾ ഒരുപക്ഷേ നമ്മൾ ചെയ്ത പോലെ അവർക്ക് നമ്മളോട് ഇരിക്കാൻ കഴിയില്ല. ആ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പ്രായമായ മക്കൾ, അന്ന് കുഞ്ഞായിരുന്നു ഇന്ന് പ്രായമായ മക്കളാണ്, അവർക്ക് നമ്മളോട് ഇരിക്കാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉപവസിക്കും. ഇതാ കർത്താവ് പറയാണ്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. അല്ല അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. അത് മറിയ, ആ മറി ചെയ്തിരിക്കുന്ന ആ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ നല്ല അംശം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ അതൊന്നും മാറ്റി വെക്കണ്ട. എന്നാൽ അതിൻ്റെ ഇടയിലും ഒരു കുറഞ്ഞ പക്ഷം അല്പനേരമെങ്കിലും നമ്മുടെ കുടുംബത്തോടിരിപ്പാൻ, അപ്പനോടും അമ്മയോടും ചേർന്നിരിപ്പാൻ, മക്കളോട് ചേർന്നിരിപ്പാൻ, ഭാര്യ ഭർത്താവിനോട് ചേരിപ്പാൻ, ഭർത്താവ് ഭാര്യയോട് ചേർന്നിരിപ്പാൻ, ഏറ്റവും അതിലൊക്കെ ഉപരി ആത്യന്തികമായിട്ട് ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ഒരു കുടുംബമായി തിരുക്കുടുംബമായി ചേർന്നിരിപ്പാൻ നമുക്ക് കഴിയട്ടെ. ആ സമാധാനം ആരും നിങ്ങളിൽ നിന്ന് അപഹരിക്കില്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.